പ്രിയ വിദ്യാർത്ഥികൾക്ക് നമസ്കാരം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 9ാം ക്ലാസ്സിൻ്റെ ഹിന്ദി സബ്ജക്റ്റാണ്. അതൊരു ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് ഒരു കവിതാഭാഗമാണ്. നരേന്ദ്ര പുണ്ഡ്രീക് എന്ന ലേഖകൻ എഴുതിയ പുൽ ബനി തി മാം, അമ്മ ഒരു പാലമായി തീർന്നിരുന്നു, അല്ലെ അമ്മ ഒരു പാലമായിരുന്നു എന്ന ഒരു കവിതയാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. ലേഖകന്റെ പേര് നരേന്ദ്ര പുണ്ഡ്രീക്. കവിത പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് മുകളിൽ നിങ്ങൾക്കൊരു കോളത്തിൽ ഒരു വാചകം നൽകിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. मैया की आई वृद्धाश्रम से चिट्ठी, कैसे हो बेटा. നമുക്കറിയാം എന്താണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ വൃദ്ധസദനങ്ങൾ പെരുകി വരുന്ന ഒരു സാഹചര്യമാണ്. സ്വന്തം മാതാപിതാക്കളെ നോക്കുക എന്ന് പറയുന്നത് മക്കൾക്ക് ഭാരിച്ച ഒരു ഉത്തരമായി തീരുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് നമുക്ക് വൃദ്ധസദനങ്ങൾ പെരുകി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ആ മാതാപിതാക്കളുടെ നിസ്സഹായാവസ്ഥ എന്താണെന്ന് മനസ്സിലായോ? സ്വന്തം മക്കൾ തങ്ങളോട് കാണിക്കുന്ന ക്രൂരതയെ, അല്ലെങ്കിൽ തങ്ങൾക്കെല്ലാം, തങ്ങളുടെ നിലനിൽപ്പിനെല്ലാം കാരണം തങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയിലേക്ക് എത്തിച്ചത് സ്വന്തം മാതാപിതാക്കളാണെന്നുള്ള ബോധമില്ലാതെ മക്കൾ എന്ത് ചെയ്യുന്നു? ഒരു പ്രായം എത്തുമ്പോൾ അവരെ നോക്കുക എന്ന് പറയുന്നത്, മാതാപിതാക്കളെ നോക്കുക എന്നൊരു ഉത്തരവാദിത്വമായി തീരുമ്പോൾ അവരെ വൃദ്ധസദനങ്ങളിലേക്ക് മാറ്റുകയാണ്. ഇത്തരം സാഹചര്യങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ അവരുടെ വേദന പങ്കുവയ്ക്കുന്ന അത്തരം മാതാപിതാക്കളുടെ, ഇവിടെ ഈ കഥയിലെ ഒരു അമ്മയാണ് തൻ്റെ ദുഃഖം പങ്കുവയ്ക്കുന്ന ഒരു മാതാവിൻ്റെ ഇതായിട്ടുള്ള കഥയാണ് നാം ഇതിലൂടെ മനസ്സിലാക്കുന്നത്. സ്വന്തം അമ്മയെ നോക്കുന്നത് മക്കൾക്കൊരു ഭാരിച്ച ഉത്തരമായി തീരുന്ന ഒരു സാഹചര്യം. അവരെ വളർത്തി വലുതാക്കി സ്വന്തം കാലിൽ നിൽക്കാനുള്ള പാകത്തിലേക്ക് എത്തിച്ചപ്പോൾ സ്വന്തം മാതാവ് അല്ലെങ്കിൽ മാതാപിതാക്കൾ മക്കൾക്ക് എന്തായി തീരുന്നു? ഭാരമായി തീരുന്നു. ആ സാഹചര്യത്തിൽ അവരെന്ത് ചെയ്യാണ്? മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് കൊണ്ടെത്തിക്കുന്നു. ആധുനിക കാലഘട്ടത്തിൽ എല്ലാം തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ മക്കൾക്ക് അവരുടെ മാതാപിതാക്കളെ നോക്കാനുള്ള സമയമോ സാഹചര്യമോ ഇല്ലാതെ ആയിത്തീരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കവിതയാണ് നമുക്ക് പരിചയപ്പെടുന്നത്. നമുക്ക് കവിതയിലേക്ക് പോകാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു കോളത്തിൽ നൽകിയിരിക്കുന്നു. ആ കോളത്തിൽ പറയുന്നത് എന്താ? കവിതയ്ക്ക് മുന്നോടിയായിട്ട് മുകളിലായിട്ട് ഒരു കോളത്തിൽ നൽകിയിട്ടുണ്ട്. ആ വാചകങ്ങൾ നമുക്കൊന്ന് വായിക്കാം. मैया की आई वृद्धाश्रम से चिट्ठी, कैसे हो बेटा. मैया की आई, വൃദ്ധസദനത്തിൽ നിന്നും അമ്മയുടെ കത്ത് വന്നു. ആ കത്തിന്റെ ഉള്ളടക്കം ഇതായിരുന്നു. അപ്പം തന്നെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയ അമ്മ മകന് കത്തെഴുതുകയാണ്. ആ കത്തിന്റെ ഉള്ളടക്കം ഇതായിരുന്നു. കൈസേ ഹോ ബേട്ട, മോനെ നിനക്ക് സുഖം തന്നെയല്ലേ. ഇതായിരുന്നു ആ കത്തിലെ ഉള്ളടക്കം. മനസ്സിലായോ? എന്നുവെച്ചാൽ മനസ്സിലാക്കേണ്ട, എത്ര ക്രൂരതകൾ ചെയ്താലും, എത്രമാത്രം ദ്രോഹിച്ചാലും, എന്തു തന്നെ ചെയ്താലും അമ്മമാർക്ക് മക്കളാണ് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്നത്. മക്കൾ കഴിഞ്ഞവർക്ക് എല്ലാം ഉള്ളൂ. എത്ര തന്നെ ക്രൂരത ചെയ്താലും അവർക്ക് മക്കളുള്ള സ്നേഹത്തിന് യാതൊരുവിധ കുറവും സംഭവിക്കുകയില്ല. അതാണ് ഈ കത്തിന്റെ ഉള്ളടക്കം. ആ കത്ത് വന്നപ്പോൾ ആ കത്തിൽ പറയുന്നത് എന്താണ്? കത്തിലൂടെ ചോദിക്കുന്നത് എന്താണ്? കൈസേ ഹോ ബേട്ട, മകനെ നിനക്ക് സുഖമല്ലേ. ഇനി നമുക്ക് കവിതയിലേക്ക് പോകാം. ഉൽബനി थी माँ नरेंद्र पुंडरीक. हम भाइयों के बीच
पुल बनी थी माँ, जिसमें आए दिन दौड़ती रहती थी बेधड़क, बिना किसी हरी लाल बत्ती के हम लोगों की चुक चुक चक चक। हम भाइयों के बीच, ഞങ്ങൾ സഹോദരങ്ങൾക്കിടയില് പുൽ ബനി ഥി മാം, അമ്മ ഒരു പാലം നിർമ്മിച്ചിരുന്നു, ഒരു പാലമായി തീർന്നിരുന്നു അമ്മ. മനസ്സിലായോ? ഒരു പാലത്തിന്റെ റോൾ എന്താണ് അല്ലേ? പാലത്തിന്റെ റോൾ എന്താണ്? രണ്ട് കരകളെ പരസ്പരം കൂട്ടിയോജിപ്പിക്കുക, പരസ്പരം ബന്ധിപ്പിക്കുക എന്ന കടമയാണ്, അല്ലെ അങ്ങനെയുള്ള ഒരു ജോലിയാണ് ഒരു പാലത്തിന്റെ. മനസ്സിലായോ? അപ്പം രണ്ട് കരകളെ പരസ്പരം കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കണ്ണിയായി നിലകൊള്ളുന്നു പാലം. അതുപോലെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും, മക്കളെയും അച്ഛനെയും എല്ലാ കുടുംബാംഗങ്ങളെയും ഒരേ കുടക്കീഴിൽ എത്തിക്കാൻ, അല്ലെങ്കിൽ അവരെ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പാലമായി നിലകൊണ്ടിരുന്നു ആര്? അമ്മ. മനസ്സിലായോ? ആ പാലത്തിലൂടെ, അപ്പം അമ്മ ഒരു പാലമായി തീർന്നിരുന്നു. ഇവിടെ പറയാണ് ഹം ഭായിയോം കെ ബീച്ച്, ഞങ്ങൾ സഹോദരങ്ങൾക്കിടയില് അമ്മ ഒരു പാലമായിരുന്നു. ജിസ്മേ ആയേദീൻ, ആ പാലത്തിലൂടെ ആയേദീൻ, ആയേദീൻ എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും, എപ്പോഴും എന്നുള്ള അർത്ഥമാണ്, അല്ലെ വരും കാലങ്ങളിൽ നിന്നും അർത്ഥമുണ്ട്. അല്ലെങ്കിൽ മനസ്സിലാക്കുക, എപ്പോഴും എല്ലായ്പ്പോഴും ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ദൗഡ്തി രഹത്തി, ഓടി നടന്നിരുന്നു. ബേധടക്, ബേധടക് എന്നാല് നിർഭയം, ഭയമില്ലാതെ എന്നാണ് അർത്ഥം കേട്ടോ. ബേധടക്. അപ്പൊ ആ പാലത്തിലൂടെ ഞങ്ങൾ നിർഭയം ഞങ്ങൾ ഓടി നടന്നിരുന്നു. ബിനാ കിസി ഹരിലാൽ ബത്തി കെ ഹം ലോഗോം കി ചുക് ചുക് ചക് ചക്. അപ്പൊ ഇപ്രകാരമായിരുന്നു പറയാണ്, ബിനാ കിസി ഹരിലാൽ ബത്തി കെ, ഹരി ലാൽ, ഹരി എന്നാൽ പച്ച, ലാൽ ചുവപ്പ്. അപ്പൊ ബിനാ കിസി ഹരി ലാൽ ബത്തി കെ, ചുവപ്പോ പച്ചയോ ലൈറ്റുകളില്ലാതെ ഹം ലോഗോങ്കി ചുക് ചുക് ചക് ചക്, എന്നാൽ ഞങ്ങൾ ചുക് ചുക് ചക് ചക് എന്ന് വെച്ചാല് ആ ഒരു ട്രെയിൻ പോലെ, ആ ട്രെയിൻ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ ആ ചുക് ചുക് ചക് ചക് എന്ന പ്രയോഗം അവിടെ കവിതയിൽ നടത്തിയിരിക്കുന്നത്. മനസ്സിലായോ? ഒരു ട്രെയിൻ പോലെ ഞങ്ങൾ ആ പാലത്തിലൂടെ മുന്നേറിയിരുന്നു എന്ന് വെച്ചാൽ എന്താ? ബിനാ കിസി ബാധാകെ ഹം ലോഗോങ്കി ചുക് ചുക് ചക് ചക്, അമ്മയാകുന്ന പാലത്തിലൂടെ, അല്ലെങ്കിൽ അമ്മയുടെ സംരക്ഷണത്തില് ഞങ്ങൾ യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ലാതെ, ഒരു തരത്തിലുള്ള എന്താണ് തടസ്സങ്ങളും ഇല്ലാതെ ഞങ്ങൾ യഥേഷ്ടം ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ആ പാലത്തിലൂടെ ഞങ്ങൾ മുന്നേറിയിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ആ പാലത്തിലൂടെ സഞ്ചരിച്ചിരുന്നു, ഞങ്ങൾ ഓടി നടന്നിരുന്നു പറയാണ്. ദൗഢ്യരഹത്തി, ദൗഡ് എന്ന് പറഞ്ഞാൽ ഓടുക എന്നാണ്. ദൗഢ്യരഹത്തി ബേധടക്ക്, ബേധടക്ക് എന്ന് പറഞ്ഞാൽ നിർഭയം, ഒരു പേടിയും ഇല്ലാതെ ഞങ്ങൾ ആ പാലത്തിലൂടെ ഓടി നടന്നിരുന്നു. ബിനാ കിസി ഹരിലാൽ ബത്തി കെ ഹം ലോഗോങ്കി ചുക് ചുക് ചക് ചക്. അപ്പം ഹരി ലാൽ ബത്തി, ഹരി ലാൽ, ഹരി എന്ന് പറഞ്ഞാൽ പച്ചയും ചുവപ്പും ലൈറ്റ്, ഹരി എന്ന് പറഞ്ഞാൽ പച്ചയെന്നും ലാൽ എന്ന് പറഞ്ഞാൽ ചുവപ്പ് എന്നുമാണ് അർത്ഥം. അപ്പൊ പച്ചയും ചുവപ്പും ലൈറ്റുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? ട്രാഫിക് സിഗ്നലുകളെ സൂചിപ്പിക്കുന്നു, അല്ലേ? അപ്പം അത് സൂചിപ്പിക്കുന്നത് സിഗ്നലുകളാണ്. ആ സിഗ്നലുകൾ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? നിയന്ത്രണങ്ങളെയാണ്. ഇവിടെ പറയാണ്, ഇവിടെ പച്ചയോ ചുവപ്പോ ലൈറ്റുകൾ കൂടാതെ തന്നെ ബിനാ കിസി ഹരി ലാൽ ബത്തി കെ ഹം ലോഗോങ്കി ചുക് ചുക് ചക് ചക്, ഞങ്ങൾ ഒരു നിയന്ത്രണവുമില്ലാതെ അമ്മയാകുന്ന പാലത്തിലൂടെ ഞങ്ങൾ യഥേഷ്ടം എന്ത് ചെയ്തിരുന്നു? ഞങ്ങള് ഓടി നടന്നിരുന്നു. പിതാക്കേ ബാദ് ഹം ഭായിയോം കെ ബീച്ച് പുൽ ബനി ഥി മാം. പിതാക്കേ ബാദ്, പിന്നെ അച്ഛന് ശേഷം, അച്ഛന് ശേഷം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ഒന്നുകിൽ നമ്മൾ മനസ്സിലാക്കാം അച്ഛൻ കഴിഞ്ഞാൽ അടുത്ത റോളെന്ന് അർത്ഥമാക്കാം. അച്ഛന് ശേഷം എന്ന് പറഞ്ഞാൽ അച്ഛൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത റോള്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ ഈ അർത്ഥത്തിൽ നമുക്ക് ഇങ്ങനെയും നമുക്ക് അർത്ഥമാക്കാം. പിതാക്കേ ബാദ്, അച്ഛന്റെ മരണശേഷവും നമുക്ക് വേണമെങ്കിൽ അർത്ഥമാക്കാവുന്നതാണ്. പിതാക്കേ ബാദ് ഹം ഭായിയോം കെ ബീച്ച് പുൽ ബനി മാം, അച്ഛന് ശേഷം ഞങ്ങൾ സഹോദരങ്ങൾക്കിടയില് അമ്മ ഒരു പാലമായി മാറി. മനസ്സിലായോ? പിതാക്കേ ബാദ്
ഹം ഭായിയോങ്കെ ബീച്ച് പുൽ ബനി മാം. അച്ഛന് ശേഷം ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ അമ്മ ഒരു പാലമായി മാറി. അച്ചാനേനെയും ടൂട്ടി. ഇനി പറയാണ് ആ പാലത്തിനൊരു തകർച്ച ഉണ്ടായി എന്ന് പറയാണ്. ആരാകുന്ന അമ്മയാകുന്ന പാലത്തിന് തകർച്ചയുണ്ടായി എന്ന് ഇവിടെ ലേഖൻ പറയാണ്. ആ തകർച്ച എന്ന് പറയുന്നത് പെട്ടെന്നുള്ള ഒരു തകരാറായിരുന്നില്ല. അച്ചാനക് നഹീം ടൂട്ടി, ധീരെ ധീരെ ടൂട്ടി രഹി. പതിയെ പതിയെ അമ്മ തകർന്നുകൊണ്ടിരുന്നു. അമ്മയ്ക്ക് തകർച്ച അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. ഓർ ഹം ദേഖ്തേ രഹേ. ആ തകർച്ച ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. ഓർ മാൻതേ രഹേ. എന്നിട്ട് ഞങ്ങൾ കരുതി, ഞങ്ങൾ മനസ്സിലാക്കി, ഞങ്ങൾ ഇങ്ങനെ അനുമാനിച്ചു. ബൂട്ടാ രഹി ഹേ മാം. അമ്മയുടെ ഈ തകർച്ചയ്ക്ക് കാരണം ബൂട്ടാ രഹി ഹേ മാം. അമ്മ വൃദ്ധയായിരിക്കുന്നു, അമ്മ വൃദ്ധാവസ്ഥയിലേക്ക് കടന്നിരിക്കുന്നു. അതിൻ്റെയാണ് അമ്മയ്ക്കുണ്ടായ ഈ തകർച്ച. അമ്മയ്ക്കുണ്ടായ തകർച്ച എന്ന് പറയുമ്പോൾ നമ്മളോട് മനസ്സിലാക്കേണ്ടത് അമ്മയ്ക്കുണ്ടായ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളെയാണ്. ശാരീരികവും മാനസികവുമായ അമ്മ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെയാണ് ഇവിടെ ഊട്ടാരേഹേമ വൃദ്ധയായിക്കൊണ്ടിരുന്നു. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ടൂട്ടി അമ്മ തകർന്നു, അമ്മയ്ക്ക് തകർച്ചയുണ്ടായി എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ശാരീരികവും മാനസികവുമായി അമ്മ തകർന്നു എന്നാണ് നാം വിലയിരുത്തേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ ആ തകർച്ച എന്ന് പറയുന്നത് ഇവിടെ പറയാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ തകർന്നു പോവുകയായിരുന്നില്ല. അച്ചാനേനെയും ടൂട്ടി, ധീരെ ധീരെ ടൂട്ടി രഹി. ധീരെ ധീരെ ടൂട്ടി മീൻസ് പതിയെ പതിയെ തകർന്നുകൊണ്ടിരുന്നു. ഹം ദേഖ്തേ രഹേ എന്നുവെച്ചാൽ ആ തകർച്ച, അമ്മയിലുണ്ടായ ആ മാറ്റങ്ങൾ, അമ്മയിലുണ്ടായ ആ വ്യതിയാനങ്ങൾ ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായിരുന്നില്ല. പതിയെ പതിയെ കാലക്രമേണ ഇങ്ങനെ ശാരീരികവും മാനസികവുമായ ദൗർബല്യങ്ങൾ ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അമ്മയെ അലട്ടിക്കൊണ്ടിരുന്നു. അമ്മ ശാരീരികമായും മാനസികമായും അമ്മ ദുർബലയായി തീർന്നു. അത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് ഞങ്ങൾ മനസ്സിലാക്കി അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം അമ്മ വൃദ്ധാവസ്ഥയിലേക്ക് കടന്നിരിക്കുന്നു, അമ്മ വൃദ്ധയായിരിക്കുന്നു. അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. മാംകെ ബാർ ബാർ कहने को हम मान कर चलते रहे. उसके बूटे होने की आदत और अपनी हर आवाज में धीरे धीरे ठूठती रही माम. മാം കെ ബാർ ബാർ कहने को, അമ്മ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ മാം കെ ബാർ ബാർ कहने को, അമ്മ പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് അറിയില്ല താൻ പറഞ്ഞതാണെന്ന്. അവിടെ മനസ്സിലാക്കുക, അമ്മയ്ക്ക് ഓർമ്മക്കുറവുണ്ടായി എന്ന് മനസ്സിലാക്കുക. അമ്മയ്ക്ക് മറവി എന്ന രോഗം അമ്മയെ പിടികൂടിയിരിക്കുന്നു. മറവി രോഗത്തിന് അടിമയായിരിക്കുന്നു അമ്മ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അമ്മ എന്ത് ചെയ്യുന്നത്? അമ്മ തുടർച്ചയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബാർ ബാർ മാം കെ ബാർ ബാർ कहने को हम मान कर चलते रहे. ഞങ്ങൾ മനസ്സിലാക്കി കൊണ്ടിരുന്നു. എന്താണ് അമ്മ ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യം? മാം കെ ബാർ ബാർ കെ कहने को हम मान कर चलते रहे. ഞങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയി. ഉസ്കെ ബൂട്ടെ ഹോനെ കി ആദത്ത് എന്നുവെച്ചാൽ അമ്മയുടെ ആ സ്വഭാവമുണ്ടല്ലോ, ഏതവസ്ഥയിലേക്ക് കടക്കുന്ന ബൂട്ടെ ഹോനെ കി ആദത്ത്, വൃദ്ധാവസ്ഥയിലേക്ക് കടക്കുന്ന അമ്മയുടെ ആ സ്വഭാവം. അപ്പനി ഹർ ആവാസ് മെയിൻ, അമ്മയുടെ ഓരോ വാക്കുകളിലൂടെയും ഞങ്ങളത് വായിച്ചെടുത്തു, അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കി. മാം കി അപ്പനി ഹർ ആവാസ് മെയിൻ, അമ്മയുടെ ഓരോ വാക്കുകളിലൂടെയും. എന്നുവെച്ചാൽ വാക്കുകളൊക്കെ ഇടറാറുണ്ട്. പ്രായമായവർ സംസാരിക്കുമ്പോൾ അവരുടെ ശബ്ദം ചുറുചുറു കൂടെ സംസാരിക്കാൻ അവർക്ക് കഴിയുമോ? അവരുടെ ശബ്ദം ഇടറാറില്ലേ? അതുപോലെ അമ്മയുടെ ഓരോ വാക്കുകളിലൂടെയും. അതോടൊപ്പം തന്നെ അമ്മ തുടർച്ചയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യം. പറഞ്ഞ കാര്യം തന്നെ അമ്മയ്ക്ക് അറിയില്ല താൻ പറഞ്ഞതാണെന്ന്. അമ്മ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം അമ്മയ്ക്ക് ഓർമ്മയില്ല, മറവി രോഗം അമ്മയെ ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിലൂടെ ഞങ്ങൾ മനസ്സിലാക്കി अपनी उसके बूटे होने की आदत, വൃദ്ധാവസ്ഥയിലേക്ക് കടക്കുന്ന അമ്മയുടെ സ്വഭാവം,
और अपनी हर आवाज में അമ്മയുടെ ഓരോ വാക്കുകളിലും ധീരെ ധീരെ ഠൂക്തി രഹി മാം. പതിയെ പതിയെ അമ്മ തകർന്നുകൊണ്ടേ ഇരുന്നു. ഹാത്തോം ഹാത്ത് രഹത്തി മാം. അങ്ങനെ പതുക്കെ, മനസ്സിലായോ? പതിയെ പതിയെ അമ്മ ഇങ്ങനെ തകർച്ചയിലേക്ക് മുന്നേറിക്കൊണ്ടിരുന്നു, അല്ലെ തകർന്നുകൊണ്ടേയിരുന്നു. അത് ശാരീരികവും മാനസികവുമായൊക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയ ശബ്ദം പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചു പറയുകയും പിന്നെയോ ആ ശബ്ദത്തിലുണ്ടായ വ്യതിയാനത്തിലൂടെയൊക്കെ ഇടർച്ചയിലൂടെയൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയ അമ്മ വൃദ്ധാവസ്ഥയിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഇരിക്കെ അമ്മ വൃദ്ധാവസ്ഥയിലേക്ക് കടക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇതെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഹാത്തോം ഹാത്ത് രഹത്തി മാം. അങ്ങനെ ഇരിക്കെ ഹാത്തോം ഹാത്ത് രഹത്തി മാം ഏക് ദിൻ ഹമാരെ കന്തോമേ ആകെ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മ ഹമാരെ കന്തോമേ ആകെ, അമ്മ ഞങ്ങളുടെ ചുമലിലായി തീർന്നു, ഞങ്ങളുടെ തോളിലായി തീർന്നു. എന്നുവെച്ചാൽ അവസാനം അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ അമ്മ തകർച്ചയെ അഭിമുഖീകരിച്ചു എന്ന് പറഞ്ഞു. അത് പതിയെ അമ്മ മൂർധന്യാവസ്ഥയിലേക്ക് കടന്നു വന്നപ്പോൾ ഹാത്തോം ഹാത്ത് രഹത്തി മാം ഏക് ദിൻ ഹമാരെ കന്തോമേ ആകെ. അങ്ങനെ ഇരിക്കെ അമ്മ ഒരു ദിവസം ഞങ്ങളുടെ ചുമലിലായി. അമ്മയെ നോക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഞങ്ങളിലേക്ക് എത്തിച്ചേർന്നു. ധീരെ ധീരെ പതിയെ പതിയെ മഹസൂസ് കർണേലകെ, ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. അങ്ങനെ അമ്മയെ നോക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഞങ്ങളിലേക്ക് എത്തിച്ചേർന്നപ്പോൾ പതുക്കെ പതുക്കെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. ഹം അപ്പനെ വൃഷം കന്തേമേം, ഞങ്ങൾക്ക് ഞങ്ങളുടെ വൃഷം കന്തേമേം, ഞങ്ങളുടെ ശക്തമായ ചുമലില് മാം കാ ഭാരി ഹോന, അമ്മയ്ക്ക് ഭാരം അനുഭവപ്പെടുന്നത് ഞങ്ങൾ മനസ്സിലാക്കി. മനസ്സിലായോ? അപ്പം അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മ ഞങ്ങളുടെ ചുമലിലായി. അമാരെ ഖന്തോമേ ആകെയെന്ന് ഞങ്ങളുടെ തോളിലായി എന്നർത്ഥം. ഞങ്ങളുടെ തോളിലായി എന്ന് പറഞ്ഞാല് അമ്മയെ നോക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഞങ്ങളിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ പതുക്കെ പതുക്കെ മുന്നോട്ട് പോയ സാഹചര്യത്തില് ധീരെ ധീരെ മഹസൂസ് കർണേ ലഗേ ഹം അപ്പനെ വൃഷം കന്ധേമേം, ഞങ്ങളുടെ ശക്തമായ ചുമലില് മാം കാ ഭാര്യോന, അമ്മയെ ഒരു ഭാരമായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. എന്ന് വെച്ചാൽ മക്കളെ ശക്തമായ ചുമലാണെന്ന് പറയുമ്പോൾ അവർക്ക് ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്. ഈ സാഹചര്യത്തെയാണ് ഇവിടെ ശക്തമായ ചുമൽ എന്ന് ഇവിടെ കവി ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ശക്തമായ ചുമൽ, ഞങ്ങൾക്ക് ആരോഗ്യം കൊണ്ടായാലും സാമ്പത്തികമായിട്ടായാലും ഞങ്ങൾക്ക് അമ്മയെ നോക്കാനുള്ള പ്രാപ്തിയുണ്ട്. എന്നിട്ട് കൂടി ഞങ്ങളുടെ ചുമലിൽ അമ്മ ഒരു ഭാരമായി തീർന്നു. ജബ് തക് ജീവ് രഹേ മാം ഹം ബദൽത്തെ രഹേ അപ്പനെ കന്തേ. അമ്മ ജീവിച്ചിരിക്കുവോളം കാലം ഞങ്ങൾ എന്ത് ചെയ്തു? ഹം ബദൽത്തെ രഹേ അപ്പനെ കന്തേ, ഞങ്ങളുടെ ചുമൽ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരുന്നു, ഞങ്ങളുടെ തോളിങ്ങനെ മാറ്റിക്കൊണ്ടേയിരുന്നു. എന്ന് വെച്ചാൽ മക്കൾ പരസ്പരം തോളുമാറുക എന്ന് പറഞ്ഞാൽ അമ്മയെ നോക്കേണ്ടുന്ന ഉത്തരവാദിത്വം മക്കൾ പങ്കിടുകയാണ് ചെയ്തതെന്ന് മനസ്സിലാക്കുക. മനസ്സിലായോ? അപ്പൊ ജബ് തക് ജീവിത രഹേ മാം ഹം ബദൽത്തെ രഹേ അപ്പനെ കന്തേ. അമ്മ ജീവിച്ചിരിക്കുവോളം കാലം ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ ഇങ്ങനെ ചുമല് മാറ്റിക്കൊണ്ടേയിരുന്നു. അമ്മയെ നോക്കേണ്ടുന്ന ഉത്തരവാദിത്വം മക്കൾ പരസ്പരം പങ്കിട്ടു. മാമാക്കിർ മാം ഹി തോഹേ, കാരണം മാമാക്കിർ മാം ഹി തോഹേ, അമ്മ തന്നെയാണല്ലോ. അമ്മയ്ക്ക് പകരം മറ്റൊരു വസ്തു ഇല്ലല്ലോ, മറ്റൊന്നിനെ എടുത്തു വെക്കാൻ കഴിയുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ മാം ആക്കിർ മാം ഹി തോഹേ, അമ്മയെ നോക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഞങ്ങൾ മക്കൾക്കല്ലേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു? അമ്മയൊരു ഭാരമായി അനുഭവപ്പെട്ടപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പരസ്പരം അമ്മയെ നോക്കേണ്ടുന്ന ഉത്തരവാദിത്വം മക്കൾ പരസ്പരം പങ്കിടുകയാണ് ചെയ്തത്. ബാർ ബാർ ഹമേ കമ്പേ ബദൽത്തെ ദേ. അങ്ങനെ ഞങ്ങൾ പരസ്പരം ഇങ്ങനെ തോളുമാറുന്നത് കണ്ടുകൊണ്ട് തന്നെ മക്കളിങ്ങനെ പരസ്പരം ഇളയ മകന്റെ വീട്ടിൽ നിന്നും മൂത്ത മകന്റെ വീട്ടിലേക്ക്, പിന്നെ എന്താണ് മോളുടെ വീട്ടിലേക്ക്, അങ്ങനെ മക്കളിങ്ങനെ പരസ്പരം കൈമാറ്റം ചെയ്യുന്നതൊക്കെ, തന്നെ ഇങ്ങനെ എന്താണ് ഷിഫ്റ്റ് ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കേ, ഇത് നോക്കിക്കൊണ്ട് തന്നെ, മനസ്സിലായോ? മക്കളിങ്ങനെ തന്നെ പരസ്പരം ഇങ്ങനെ കൈമാറ്റം ചെയ്യുന്ന സാഹചര്യത്തെ കണ്ടുകൊണ്ട് തന്നെ ബാർ ബാർ ഹമേ കന്തേ ബദൽത്തെ ദേ ഹമാരെ കന്തോം സേ ഉത്തർ ഗയി മാം,
അങ്ങനെ ഇരിക്കും ഒരു ദിവസം എന്ത് ചെയ്തു? ഹമാരെ കന്തോം സെ ഉദ്ധർ ഗൈ മാം, ഞങ്ങളുടെ ചുമലിൽ നിന്ന് അമ്മ അങ്ങ് ഇറങ്ങിപ്പോയി. എന്നുവെച്ചാൽ അമ്മ എന്നേക്കുമായി എന്താണ് ഞങ്ങളെ വിട്ടുപോയി. അമ്മ മരണത്തിന് കീഴടങ്ങിയെന്ന് മനസ്സിലാക്കുക. ഈ കാഴ്ച കണ്ടുകൊണ്ട് തന്നെ തന്റെ മക്കൾ ഇങ്ങനെ കൈമാറുന്ന, അല്ലെ ഓരോ വീടാന്തരം എന്താണ് ഇങ്ങനെ കൈമാറ്റം ചെയ്യുന്ന സാഹചര്യത്തെ കണ്ടുകൊണ്ട് തന്നെ, ആ കാഴ്ച കണ്ടുകൊണ്ട് തന്നെ വേദനയോടെ അമ്മ എന്ത് ചെയ്യാണ്? ഒരു ദിവസം പടിയിറങ്ങുകയാണ്. ജീവിതത്തിൽ നിന്ന് തന്നെ പടിയിറങ്ങുകയാണ്. അമ്മ മരണത്തെ പുൽകുകയാണ്, അല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങുകയാണെന്ന് മനസ്സിലാക്കുക. ബാർ ബാർ ഹമേ കന്തേ ബദൽത്തേ ദേഖ് ഹമാരെ കന്തോം സേ ഉദ്ധർ ഗൈ മാം, തുടർച്ചയായി ഞങ്ങൾ ഇങ്ങനെ ചുമല് മാറുന്ന കാഴ്ച കണ്ടിട്ട് ഒരു ദിവസം ഞങ്ങളുടെ ചുമലിൽ നിന്ന് അമ്മ അങ്ങ് ഇറങ്ങിപ്പോയി. ഓർ മാം കെ കന്തോം സേ ഉദ്ധർത്തേ ഹി ഉദ്ധർ ഗേ ഹമാരെ കന്തേ, മാം കെ കന്തോം സേ ഉദ്ധർത്തേ ഹി ഉദ്ധർ ഗേ ഹമാരെ കന്തേ. ഇവിടെ പറയാണ് മക്കൾ, മാം കെ കന്തോം സേ ഉദ്ധർത്തേ ഹി, അമ്മയുടെ ചുമലിൽ നിന്ന് എന്ന് ഞങ്ങൾ ഇറങ്ങിയോ? എന്നുവെച്ചാൽ അമ്മയുടെ സംരക്ഷണ വലയത്തിൽ നിന്നും ഞങ്ങൾ എന്ന് സ്വതന്ത്രരായോ? ആ സംരക്ഷണം ഞങ്ങൾക്ക് എന്ന് കിട്ടാതെയായോ? അല്ലെ അമ്മയുടെ ചുമലിൽ നിന്ന് ഞങ്ങൾ എന്ന് മാറിയോ? അതോടുകൂടി ഉത്തർ ഗയ ഹമാരെ കന്ധേ, ഞങ്ങളുടെ ചുമലും കൂടി അങ്ങ് ഇറങ്ങിപ്പോയി.